സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് തീർത്ഥാടനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വാക്സിനേഷൻ നൽകി. തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ വാക്സിനേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ ബാച്ച് മെയ് 5-ന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും യാത്ര പുറപ്പെടും. കൂത്തുപറമ്പ്, ധർമ്മടം, തലശ്ശേരി മണ്ഡലങ്ങളിൽ നിന്നുള്ള 510 പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് തീർത്ഥാടനത്തിനായി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വാക്സിനേഷൻ സ്വീകരിച്ചത്. സാധാരണയായി തുള്ളിമരുന്നാണ് നൽകി വരുന്നത്. ഇത്തവണ നോമ്പുകാലമായതിനാൽ മരുന്ന് കുത്തിവയ്പ്പാണ് നൽകിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ അനുവദിച്ച ഹജ്ജ് ഹൌസ് മെയ് 4 മുതൽ സേവനങ്ങൾ ആരംഭിക്കും. ആദ്യ ബാച്ച് മെയ് 5-ന് യാത്ര പുറപ്പെടും. തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ വാക്സിനേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണ വാക്സിനേഷൻ സ്വീകരിച്ചവരിൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള 110 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കൂത്തുപറമ്പ്, ധർമ്മടം, തലശ്ശേരി എന്നീ 3 മണ്ഡലങ്ങളിലെ ഹജ്ജാജികൾക്കാണ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വാക്സിനേഷൻ നൽകുന്നതെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ OB ജാഫർ പറഞ്ഞു. തലശ്ശേരി, ധർമ്മടം, കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഹജ്ജാജിമാർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പാണ് ഇന്നിവിടെ കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ 510ഓളം ആളുകളാണ് ഈ 3 നിയോജക മണ്ഡലത്തിൽ നിന്ന് വാക്സിനേഷൻ സ്വീകരിക്കുന്നത്. അതിൽ 110 പേര് 65 വയസ്സിന് മുകളിലുള്ളവരാണ്. അവർ വാക്സിനേഷൻ ഇന്ന് പൂർത്തീകരിക്കും. മറ്റന്നാൾ പയ്യന്നൂരിലെ വാക്സിനേഷനോടുകൂടി ഈ ജില്ലയിലെ മുഴുവൻ ഹജ്ജാജിമാർക്കും വാക്സിനേഷൻ്റെ പരിപാടികൾ പൂർത്തീകരിക്കപ്പെടുമെന്നാണ്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം 510 പേർക്ക് വാക്സിനേഷൻ നൽകുന്നുണ്ടെന്നും 5 കൗണ്ടർ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ടെന്നും RMO ഡോക്ടർ ഷിജി പറഞ്ഞു. ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 500-ലധികം ആളുകൾക്ക് വേണ്ടിയിട്ട് 5 കൗണ്ടർ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർദ്ദേശിച്ച് വാക്സിനുകൾ കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.